നമസ്കാരം. കേരളം ചുട്ടുപൊള്ളുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി സംസ്ഥാനത്ത് രണ്ടാം ഘട്ട താപനില മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതുവരെ സംസ്ഥാനത്ത് ഉഷ്ണതരംഗ മുന്നറിയിപ്പും താപനില മുന്നറിയിപ്പും ഒന്നാം ഘട്ട അലേർട്ടായ യെല്ലോ അലേർട്ട് മാത്രമായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത്. കൊല്ലം, തൃശൂർ ജില്ലകളിലും ഉഷ്ണതരംഗ സാധ്യത നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഇതിൽ നിന്നെല്ലാം മറികടന്നുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നു എന്ന സൂചനകൾ വരികയാണ്. ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ട് തുടരുന്നുവെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇടുക്കിയിലും വയനാട്ടിലും ഒഴികെയുള്ള 12 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണയായുള്ളതിനേക്കാൾ 3 മുതൽ 5 ഡിഗ്രി വരെ താപനിലയാണ് ഉയരാനുള്ള സാധ്യത. പാലക്കാട് 41 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലത്തും തൃശൂരും 40 ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയർന്നേക്കാം. സൂര്യൻ ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്കുള്ള സഞ്ചാരപാതയിലായതിനാലും വേനൽ മഴയിലെ വലിയ കുറവും നിലവിലെ ചൂടിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ വൈദ്യുതി ഉപയോഗം അമിതമായി വർദ്ധിക്കുന്നു. ഇവിടെയാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. നിലവിലത്തെ സാഹചര്യത്തിൽ ആവശ്യമായ വൈദ്യുതി കേരളത്തിന്റെ കൈവശം ഉണ്ടെന്ന് പറയാൻ സാധിക്കില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ചൂടിനെ ക്രമീകരിക്കാൻ വേണ്ടി, ഈ ചൂട് കാലത്ത് ജീവിക്കാൻ വേണ്ടി വൈദ്യുതി വാങ്ങുക എന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കാരണം അതിനുള്ള വഴികളും അടയും എന്നതാണ് യാഥാർത്ഥ്യം. ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ് ജനങ്ങളും അതോടൊപ്പം KSEBയും. എന്തായാലും സംസ്ഥാനത്ത് ഉടൻ ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല എന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി അറിയിച്ചിട്ടുണ്ട്. പക്ഷെ അത് വെറും സാധ്യതയാണ്, ചിലപ്പോൾ ഉണ്ടായേക്കാം. അപ്രഖ്യാപിത പവർ കട്ട് തൽക്കാലം മനഃപൂർവ്വമല്ല എന്ന രീതിയിലാണ് വൈദ്യുതി മന്ത്രിയുടെ പ്രതികരണം. അമിതമായ ഉപയോഗം മൂലം സംഭവിക്കുന്നതാണ് ഇത്തരത്തിലുള്ള പവർ കട്ടുകളെന്നും വൈദ്യുതി ഉപയോഗം കുറയ്ക്കണമെന്നും ഇല്ലായെങ്കിൽ കടുത്ത പ്രതിസന്ധിയിലേക്ക് നീങ്ങുമെന്നും മന്ത്രി അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ കടുത്ത ചൂടിൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കുക എന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. പ്രതിദിന ഉപയോഗം 110.1 ലക്ഷം യൂണിറ്റ് കടന്നിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. കൂടുതൽ വൈദ്യുതി എത്തിക്കാനുള്ള സാഹചര്യങ്ങൾ സർക്കാർ നോക്കുന്നുണ്ട്. ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കാതെ വേറെ വഴിയില്ല എന്നാണ് ഇപ്പോഴത്തെ നിലവിലത്തെ കണക്കുകൂട്ടലുകൾ. ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാനാണ് സർക്കാർ തീവ്രമായി ശ്രമിക്കുന്നതെന്നും വൈദ്യുതി മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും അസഹനീയമായിട്ടുള്ള ചൂടാണ് സംസ്ഥാനത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനാൽ വൈദ്യുതി ഉപയോഗം കൂടി വരുന്നുണ്ട്. ലോഡ് കൂടുന്നതിനാലുള്ള സാങ്കേതിക പ്രശ്നവും വൈദ്യുതി ചെലവും KSEBക്ക് തലവേദനയാകുന്നു എന്ന് ചുരുക്കം. പ്രശ്നം പരിഹരിക്കാൻ ഉപഭോക്താക്കളുടെ സഹകരണം തേടുകയാണ് ഇപ്പോൾ വൈദ്യുതി ബോർഡ്. ആവശ്യത്തിന് മാത്രം വൈദ്യുതി ഉപയോഗിച്ചാൽ ഇടയ്ക്കിടെ അധിക ലോഡ് കാരണം ഫീഡറുകളിൽ ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം ഒഴിവാക്കാൻ സാധിക്കുമെന്നാണ് KSEBയുടെ അറിയിപ്പ്. സംസ്ഥാനത്ത് അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് നടപ്പാക്കുന്നു എന്ന് ഉപഭോക്താക്കളിൽ നിന്നും നേരത്തെ പലതവണ പരാതി ഉയർന്നിട്ടുണ്ട്. വൈകിട്ട് 6 മുതൽ 12 വരെ പലയിടത്തും അരമണിക്കൂറിലേറെ വൈദ്യുതി നിലയ്ക്കുന്നുവെന്നാണ് പരാതി. ക്ഷാമമുണ്ടായാൽ ഇക്കുറി കൽക്കരി ഉപയോഗിച്ചുണ്ടാക്കുന്ന വില കൂടിയിട്ടുള്ള വൈദ്യുതി വാങ്ങേണ്ടി വരുമെന്ന നിലപാടിലാണ് ഇപ്പോൾ സർക്കാർ. ഇതിന് മുൻകൂറായി പണം നൽകേണ്ടതുണ്ട്. നിരക്ക് നിശ്ചയിച്ച് വാങ്ങുകയാണെങ്കിൽ നഷ്ടം കൂടുകയും ചെയ്യും. ജലവൈദ്യുതി ഉൽപാദനം കൂട്ടിയാണ് KSEB പ്രതിസന്ധി മറികടക്കാൻ ശ്രമിക്കുന്നത്. ഉൽപാദന ദിവസം 13-14 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നത് ഇപ്പോൾ അത് 21 ദശലക്ഷം വരെ ആയിരിക്കുകയാണ്. ഇതോടെ വൈദ്യുതി ഡാമുകളിലെ ജലശേഖരം 53% നിന്ന് 43% എത്തിയെന്നാണ് കണക്കുകൾ. ഇത് തുടർന്നാൽ അടുത്ത മൺസൂൺ വരെ ജലവൈദ്യുതി ഉൽപാദനം നിലനിർത്താനാകാതെ വരും എന്ന പ്രതിസന്ധിയും ഇപ്പോൾ KSEBക്കുണ്ട്. അതിനാൽ ഉപയോഗം നിയന്ത്രിക്കുക എന്നത് മാത്രമാണ് ഒരു വഴി എന്നാണ് സൂചനകൾ. വൈദ്യുതി വിതരണം നിയന്ത്രിച്ചിട്ടില്ലെന്നും 2.5 വർഷം കൊണ്ട് 21 സബ്സ്റ്റേഷനുകൾ നിർമ്മിച്ചതിനാൽ വിതരണത്തിന് തടസ്സമില്ല എന്നും KSEB ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. എങ്കിൽ പോലും കേരളത്തിൽ അനിയന്ത്രിതമായിട്ടുള്ള ചൂടാണ് ഇപ്പോൾ അനുഭവപ്പെടുന്നത്. അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് തന്നെ കടക്കും എന്നത് ഉറപ്പാണ്.